ഇക്വലന്റ് സ്റ്റാറ്റിക് മെത്തേഡ് സൈസ്മിക് അനാലിസിസിന് യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഇക്വലന്റ് സ്റ്റാറ്റിക് മെത്തേഡ്. സൈസ്മിക് ലോഡ് ഒരു ഡൈനാമിക് ലോഡാണ്. അതായത് ടൈമിനനുസരിച്ച് മാഗ്നിറ്റ്യൂഡോ ഡയറക്ഷനോ പോയിന്റ് ഓഫ് ആക്ഷനോ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ലോഡാണ് സൈസ്മിക് ലോഡ്. അതുകൊണ്ട് തന്നെ സൈസ്മിക് ലോഡിന് നമുക്ക് വേണ്ടതും ഡൈനാമിക് അനാലിസിസ് തന്നെയാണ്. പക്ഷെ എല്ലാ കേസിലും ഈ ഡൈനാമിക് അനാലിസിസ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. കാരണം ഡൈനാമിക് അനാലിസിസ് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. IS 1893/2016 പ്രകാരം സോൺ 2-ലുള്ള 15 മീറ്റർ ഹൈറ്റിൽ താഴെയുള്ള റെഗുലർ ബിൽഡിംഗ്സിന് ഈ ഡൈനാമിക് ലോഡിനെ സ്റ്റാറ്റിക് ലോഡായി കൺവേർട്ട് ചെയ്തിട്ട് നമുക്ക് അനലൈസ് ചെയ്യാം. ഇത്തരത്തിൽ ഡൈനാമിക് ലോഡിനെ സ്റ്റാറ്റിക് ലോഡായി കൺവേർട്ട് ചെയ്ത് അനലൈസ് ചെയ്യുന്ന മെത്തേഡാണ് ഇക്വലന്റ് സ്റ്റാറ്റിക് മെത്തേഡ്. ഇക്വലന്റ് സ്റ്റാറ്റിക് മെത്തേഡിൽ ഫസ്റ്റ് സ്റ്റെപ്പ് ബേസ് ഷിയർ കാൽക്കുലേറ്റ് ചെയ്യാന്നുള്ളതാണ്. എന്താണ് ബേസ് ഷിയർ? ഒരു ബിൽഡിങ്ങിൽ സൈസ്മിക് ലോഡ് ആക്ട് ചെയ്യുമ്പോൾ അതിന്റെ ബേസിൽ ഡെവലപ്പ് ചെയ്യുന്ന ടോട്ടൽ ലാറ്ററൽ ഫോഴ്സിനെയാണ് നമ്മൾ ബേസ് ഷിയർ എന്ന് പറയുന്നത്. ഈ ഒരു ബേസ് ഷിയറിനെ നമ്മൾ ബിൽഡിങ്ങിന്റെ ഡിഫറെന്റ് ഫ്ലോർസിലായിട്ട് ലാറ്ററൽ ഫോഴ്സസ് ആയി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത ഈ ലാറ്ററൽ ഫോഴ്സസ് കോളംസും ഷിയർ വാൾസും അടങ്ങുന്ന ലാറ്ററൽ ഫോഴ്സ് റെസിസ്റ്റിംഗ് ഫ്രെയിം റെസിസ്റ്റ് ചെയ്യുന്നു. എങ്ങനെ റെസിസ്റ്റ് ചെയ്യും എന്നുള്ളത് നമ്മൾ അനലൈസ് ചെയ്യുന്നു. ഈ ഒരു മെത്തേഡ് ഓഫ് അനാലിസിസിനെ വിളിക്കുന്ന പേരാണ് ഇക്വലന്റ് സ്റ്റാറ്റിക് മെത്തേഡ്. ഇതുപോലെയുള്ള കൂടുതൽ അറിവുകൾക്കായി ഫോളോ സ്കിൽസ് ബൈ സിവിലിയൻസ്.